അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ളയിൽ കണക്കുകൾ വ്യക്തമാക്കി SIT. ഇതുവരെ കണ്ടെത്തിയത് 80 ലക്ഷം രൂപ. അവിനാഷ് ശുക്ലയുടെ പെൺ സുഹൃത്തിന് 2.5 ലക്ഷം രൂപയും ഐഫോണും നൽകി. സ്കൂൾ അധ്യാപകനായിരുന്ന പ്രതി വേണ്ടപ്പെട്ടവർക്കായി ചെലവഴിച്ചത് 19 ലക്ഷം രൂപ. ഇതുവരെ ക്ഷേത്രത്തിൽ 70 ക്രമക്കേടുകൾ കണ്ടെത്തി. ഇതിനിടെ ക്ഷേത്ര ഭരണത്തിൽ സർക്കാർ കൈകടത്തുന്നതിനെതിരെ VHP രംഗത്തെത്തി. ശബരിമലയെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉന്നയിച്ചത്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരും. അതിനു മുൻപ് ഒരു പ്രതികരണത്തിലേക്ക്. चंपत जी और अनिल जी का त्याग पत्र स्वीकार कर लिया गया. जांच सही चल रही है, इसके ऊपर सबने संतोष व्यक्त किया. यह भी सुनिश्चित किया गया एक भी चीज इधर से उधर नहीं हुई. भविष्य में गड़बड़े न हो सके 3 सदस्यीय समिति बनाई गई है जो एक प्रशासनिक अधिकारी की सर्च करेगी, जो तय करके उस सारे काम को कुशलता पूर्वक करेंगे. और सबसे आह्वान किया गया, अगर किसी के पास कोई सबूत है वो SIT को दे, उनको भी ध्यान में रखा जाएगा और ध्यान में रखकर कोई भी दोषी है उसको बचने नहीं दिया जाएगा. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, കഴിഞ്ഞ ദിവസം പുതിയ ഇടക്കാല ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് ക്ഷേത്രത്തിൽ സംഭാവനയായി കിട്ടിയതൊന്നും തട്ടിപ്പ് പോയിട്ടില്ല, അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ 70 ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നു. 70 ക്രമക്കേടുകൾ എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഒപ്പം തന്നെ സർക്കാർ ഇടപെടലിൽ VHP ഉന്നയിക്കുന്ന വിമർശനം എന്താണ്? അക്ഷയ, ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഈ ജൂൺ 5-നും അതിനു മുൻപ് ഏപ്രിൽ 27-നും ഇടയിലുള്ള തീയതികളിൽ നടന്ന ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും CCTV ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കണ്ടെത്തിയ ക്രമക്കേടുകളാണ് SIT ഉത്തർപ്രദേശ് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് കടക്കുമ്പോഴുമുള്ള ദൃശ്യങ്ങളിൽ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറവായിരുന്നു, അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാർ കുറവായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട 6 പ്രതികളും 6 പേർക്കും നേരിട്ട് പങ്കുണ്ട് എന്നും ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഈ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തൂക്കി നോക്കുന്നതിലും, അതായത് സംഭാവനയായി ലഭിച്ച ലോഹങ്ങൾ തൂക്കി നോക്കുന്നതിലും ക്രമക്കേടുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോക്കറ്റുകൾ, ഷൂ, മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് ജീവനക്കാർ ഈ കൊള്ള നടക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ഈ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെല്ലാം കോടികളുടെ കണക്കായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷങ്ങളുടെ കണക്കുകൾ അതിൽ പറയാതെ പോയതാണ് എന്ന് തന്നെ വേണം ഇപ്പോൾ എന്തായാലും SIT അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ. മാത്രവുമല്ല, ഇതിൽ ഓരോ പ്രതികളുടെയും പങ്കിനെ കുറിച്ചും SIT റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പണം ലഭിച്ചിട്ടുള്ളത് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള അവിനാഷ് ശുക്ലയുടെ പേരിലാണ്. 20 ലക്ഷം രൂപയാണ് അവിനാഷ് ശുക്ലയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. 78.94 ലക്ഷം രൂപ ഇതുവരെ കണ്ടെത്തിയതിൽ 20 ലക്ഷം രൂപ അവിനാഷ് ശുക്ലയിൽ നിന്ന് മാത്രവുമാണ്. അതുമാത്രവുമല്ല, ഇയാൾ 19 ലക്ഷം രൂപയാണ് ബന്ധുക്കൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയത്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, അവിനാഷ് ശുക്ല താമസിച്ചിരുന്ന മുറിയിൽ നിന്നാണ് ഈ ഒരു QR കോഡ് പതിപ്പിച്ച ഭണ്ഡാരപ്പെട്ടി ഉൾപ്പെടെ നമ്മൾ കണ്ടെത്തിയിരുന്നത്, അല്ലെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതിന് പുറമെ ഒരു സഹോദരൻ്റെ വിവാഹത്തിന് 6 ലക്ഷം രൂപ മുടക്കുന്നു, മറ്റൊരു സഹോദരന് 5 ലക്ഷം രൂപ നൽകുന്നു. തൻ്റെ പെൺസുഹൃത്തിന് 2.5 ലക്ഷം രൂപയും ഒരു ഐഫോണും അവിനാഷ് ശുക്ല സമ്മാനിച്ചിരുന്നു എന്നും SIT എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തട്ടിപ്പിന്റെ വ്യാപ്തി ഈ പറയുന്നത് പോലെ 20 ലക്ഷം രൂപയല്ല, ഇത് അവിനാഷ് ശുക്ലയിൽ മാത്രവും 20 ലക്ഷം രൂപയല്ല, മറ്റുള്ള പ്രതികളെയും എന്തായാലും കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ ഈ SIT റിപ്പോർട്ടിലെ കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രതികളെല്ലാം തന്നെ ആശ്രിത നിയമനങ്ങളിലൂടെ ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ജീവനക്കാരായി എത്തിയതാണ്. ആ നിയമനം നടത്തിയ ഒരു മുതിർന്ന ട്രസ്റ്റ് അംഗത്തിൻ്റെയും പേര് ഈ SIT റിപ്പോർട്ടിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ എന്തായാലും വിശ്വ ഹിന്ദു പരിഷത്ത് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. CEO നിയമനത്തിൽ സർക്കാരിനെതിരല്ല, പക്ഷേ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ നയകാര്യങ്ങളിൽ ഇത്തരത്തിൽ സർക്കാർ ഇടപെടുന്നതിന് പ്രവർത്തനം ഇതുവരെ. അക്ഷയ, ചോദ്യം ആവർത്തിക്കാമോ? അല്ല വിഷ്ണു, അതായത് ഈ ആശ്രിത നിയമനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ചോദിച്ചാണ്. ഞാനും അപ്പനും സുഭദ്രയും എന്നുള്ള തരത്തിലായിരുന്നോ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനം എന്നുള്ളത്?
തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം നമുക്ക് ചമ്പത്രായിയെ തന്നെ ഉദാഹരണമായി എടുത്താൽ ചമ്പത്രായി അദ്ദേഹത്തിന്റെ ഡ്രൈവറും അനുയായിയുമായിരുന്ന ടിനു യാദവിനെ അവിടെ നിയോഗിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി നൽകുന്നു. ടിനു യാദവ് പിന്നീട് തന്റെ അനന്തരവൻ അവിടെ ജോലി വാങ്ങിച്ചു നൽകുന്നു. അങ്ങനെ വലിയൊരു ശൃംഖല തന്നെ ഇതിന് പിന്നാലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വിവരാവകാശ നിയമത്തിന്റെ അധീനതയിൽ പെടുന്നതല്ല അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഇതിന്റെ കണക്കുകൾ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ട്രസ്റ്റ് സമർപ്പിക്കേണ്ടതില്ല. അങ്ങനെ നാഥനില്ലാ കളരിയായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഏതൊരു തട്ടിപ്പിനുമുള്ള എല്ലാ സാഹചര്യവും എല്ലാ കാലാവസ്ഥയും അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രതിദിനം 9 ലക്ഷം വരെ വരുമാനം ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ മഹാകുംഭമേളയ്ക്ക് ശേഷം പ്രതിദിനം 24 ലക്ഷം രൂപ വരെയാണ് വരുമാനത്തിലുണ്ടായ വർധനവ് എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അക്ഷയ. വിഷ്ണു പ്രസാദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും വലിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണ്. SIT നൽകുന്ന വിവരങ്ങളാണ് നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. അതിനിടയിൽ സർക്കാർ ഇടപെടേണ്ട ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ എന്നുള്ള ഒരു പ്രതികരണം കൂടി VHPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ശബരിമലയെ ഉൾപ്പെടെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പ്രധാനമായും ഉന്നയിക്കുന്നത് VHP എന്നുള്ളതാണ്.